ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയ മെട്രോയേക്കാൾ കൂടുതൽ ഭംഗിയുള്ള ഒരു മെട്രോ സംവിധാനമാണ് കൊച്ചിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. കൊച്ചിയിലെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ ഒരു ബാംഗ്ലൂർ സ്വദേശി വന്ന് കാണുകയാണെങ്കിൽ അത്ഭുതം കൊണ്ട് വാ തുറന്നു പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനും പരിസരവും സജ്ജീകരിച്ചിരിക്കുന്നത്. കൺകോഴ്സിലേക്ക് കയറുമ്പോൾ തന്നെ സ്വീകരിക്കാനായി ചെറിയ ആനകളുടെ ശില്പങ്ങളും അതുപോലെ കേരളീയ കലകൾ പ്രദർശിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു എക്സിബിഷൻ ഹാളും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലുണ്ട്. അതിനു പുറമെ മെട്രോ പില്ലേഴ്സൊക്കെ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മെട്രോ ഒരു ഷോ പീസാക്കി മാറ്റുവാൻ ബാംഗ്ലൂരിൽ നമ്മ മെട്രോ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല. റോഡും പാലവും പോലെ സാധാരണമായ ഒരു വസ്തുവാണ് മെട്രോ എന്നും അതിനെ പ്രത്യേകിച്ച് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് ബാംഗ്ലൂർക്കാരുടെ നിലപാട്. എന്നാൽ കൊച്ചിയിൽ മെട്രോ നഗരത്തിൻ്റെ അഭിമാനമായി കൊണ്ടാടുകയും അതിനനുസരിച്ച് അതിനെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ മലയാളികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മെട്രോ വണ്ടികളും കുറെ കൂടി ഭംഗിയുള്ളതാണ്. കൊച്ചിയിൽ പച്ചയും മഞ്ഞയും നിറമുള്ള സീറ്റുകൾ കുറെ കൂടി ആകർഷണീയമായി തോന്നുന്നുണ്ട്. എന്നാൽ ബാംഗ്ലൂരിൽ മങ്ങിയ ചാരനിറം ഉപയോഗിക്കുന്നത് കൊണ്ട് സീറ്റുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ടെന്ന് പറയുവാൻ പറ്റുകയില്ല. അതിനു പുറമെ കൊച്ചിയിലെ മെട്രോ വണ്ടികൾ കൂടുതൽ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരസ്യങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. എന്നാൽ ബാംഗ്ലൂരിൽ പരസ്യങ്ങൾ കിട്ടുവാൻ വേണ്ടി അവർ ഒരു പ്രത്യേക ഓഫീസ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉയർന്ന ചാർജ് ആവശ്യപ്പെടുന്നത് കൊണ്ട് കമ്പനികൾ അത്രയധികം ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നിട്ടില്ല. കൊച്ചി മെട്രോയിൽ തിരക്കും കുറവാണ്. സീറ്റ് കിട്ടാൻ കുറെ കൂടി എളുപ്പമുണ്ട്. ബാംഗ്ലൂർ മെട്രോയിലാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും തിരക്കുള്ള സമയങ്ങളിൽ സീറ്റ് പോയിട്ട് വണ്ടിക്കുള്ളിൽ കയറിപ്പറ്റാൻ തന്നെ ഉന്തും തള്ളും ധാരാളമുണ്ട്. മെജസ്റ്റിക് പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വൈകുന്നേരം പോകുന്നത് തന്നെ ഒരു പേടിസ്വപ്നമായി മാറിയിട്ടുണ്ട്. എന്നാൽ കൊച്ചിയിൽ കുറെ കൂടി സുഖപ്രദമായും തിരക്കില്ലാതെയും യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭക്ഷണശാലകളുടെ കാര്യത്തിലും കൊച്ചി മെട്രോ ബാംഗ്ലൂരിനേക്കാൾ മുന്നിലാണ്. ബാംഗ്ലൂരിൽ സ്റ്റേഷനകത്തും പുറത്തുമായി 3-4 സ്റ്റാളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കൊച്ചി മെട്രോയിൽ ഓരോ സ്റ്റേഷനിലും ചായയും കാപ്പിയും കൂൾ ഡ്രിങ്ക്സും എണ്ണപ്പലഹാരങ്ങളും നൽകുന്ന അനേകം സ്റ്റാളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്റ്റാളുകളുടെ വാടക ബാംഗ്ലൂരിനേക്കാൾ കുറഞ്ഞതുകൊണ്ടായിരിക്കാം ധാരാളം ആന്ത്രപ്രണേഴ്സ് ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വൈറ്റില മെട്രോ സ്റ്റേഷനിലും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലുമാണ് കൂടുതൽ ഫുഡ് സ്റ്റാൾസ് ഉള്ളത്. വൈറ്റില മെട്രോ സ്റ്റേഷനിൽ വിശാലമായ ഒരു എൻട്രൻസ് ഏരിയയും അവിടെ അനേകം ഇരിപ്പിടങ്ങളും ഒരുക്കിയത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമായി ചായയും കാപ്പിയും കഴിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഇരിപ്പിടങ്ങളോ വേറെ തന്നെ ലേഡീസ് കോച്ചോ ഏർപ്പാടാക്കിയിട്ടില്ല. എന്നാൽ ബാംഗ്ലൂരിൽ എല്ലാ വണ്ടികളുടെയും ആദ്യത്തെ കോച്ച് സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ പ്ലാറ്റ്ഫോമിൽ സ്ത്രീകളുടെ കോച്ച് വരുന്ന ഭാഗത്ത് സ്ത്രീകൾക്ക് മാത്രം കാത്തിരിക്കാനായി പ്രത്യേകം ഇരിപ്പിടങ്ങളുമുണ്ട്. എന്നാൽ കൊച്ചിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള യൂറോപ്യൻ നിലവാരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, യാത്രക്കാർ കൂടുതലും സ്ത്രീകളാണ്. പുരുഷന്മാർ കൂടുതലായും മോട്ടോർ സൈക്കിളും കാറും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ജെൻഡർ ഡിഫറൻസ് കാണുന്നത്. എന്നാൽ ബാംഗ്ലൂരിൽ കൂടുതൽ പുരുഷന്മാർ മോട്ടോർ സൈക്കിളിലും കാറിലും യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുകയും മെട്രോ സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ മെട്രോ കാർഡുകൾ എടുക്കുവാൻ 250 രൂപ കൊടുക്കണം. ബാംഗ്ലൂരിൽ 50 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൊച്ചിയിൽ മെട്രോ കാർഡ് എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കൊച്ചിയിൽ പേപ്പർ ടിക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ ബട്ടൺ ശൈലിയിലുള്ള ടോക്കണുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവ എക്സിറ്റ് പോയിന്റിൽ തിരിച്ചു വാങ്ങിക്കുകയും റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ മെട്രോ ടിക്കറ്റ് എടുക്കുവാൻ വളരെ എളുപ്പമുണ്ട്. അത്ര വലിയ ക്യൂ ഉണ്ടാവുകയില്ല. കാരണം കൂടുതൽ ആളുകളും വാട്സപ്പ് മുഖേന ടിക്കറ്റ് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ചുമരിലുള്ള QR കോഡ് സ്കാൻ ചെയ്തും ടിക്കറ്റ് എടുക്കാം. അതുമല്ലെങ്കിൽ കൊച്ചി മെട്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. മെട്രോ കാർഡ് എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവുന്നില്ല.
എന്നാൽ ഇതൊന്നും ചെയ്യുവാൻ മലയാളികൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വമ്പിച്ച ക്യൂ എല്ലായ്പ്പോഴും കാണുവാൻ പറ്റും. എന്നാൽ ബാംഗ്ലൂർക്കാർ മൊബൈൽ ഫോൺ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പഠിച്ചതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്നവരെ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. കൊച്ചി മെട്രോയുടെ ആദ്യത്തെ സ്റ്റേഷൻ ആലുവയാണ്. എന്നാൽ ഇവിടെ വ്യാപകമായ സൗകര്യങ്ങളോ വിശാലമായ വെയിറ്റിംഗ് ഹാളോ ഉണ്ടാക്കിയിട്ടില്ല. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന യാത്രക്കാർ നഗരത്തിലെ ട്രാഫിക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആലുവയിൽ കാറും മോട്ടോർ സൈക്കിളും പാർക്ക് ചെയ്യുകയും ബാക്കി ദൂരം മെട്രോയിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന പതിവ് തുടങ്ങിയിട്ടുണ്ട്. ധാരാളമായി പാർക്കിംഗ് സ്പേസ് ഇവിടെ ലഭ്യമാണ്. ആലുവ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്റ്റേഷൻ കളമശ്ശേരിയാണ്. അത് കഴിഞ്ഞാൽ ചുവപ്പ് നിറമുള്ള യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷൻ കാണുവാൻ പറ്റും. അതിനുശേഷമാണ് മഞ്ഞ നിറമുള്ള ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ. എടപ്പള്ളിയിലാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അധികം താമസിയാതെ വൈറ്റിലയിൽ എത്തിച്ചേരുന്നു. ധാരാളം സ്പേസുള്ള വൈറ്റില സ്റ്റേഷൻ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ എതിർവശത്താണ് വൈറ്റില ബസ് സ്റ്റേഷനും വാട്ടർ മെട്രോ സ്റ്റേഷനും. വൈറ്റിലയിൽ തൈക്കൂടം എന്ന പ്രത്യേകമായൊരു സ്റ്റേഷൻ വേറെയുമുണ്ട്. തൈക്കൂടം കഴിയുന്നതോടുകൂടി തൃപ്പൂണിത്തറയിലേക്ക് പ്രവേശിക്കും. 4 മെട്രോ സ്റ്റേഷനുകളുള്ള തൃപ്പൂണിത്തറ കൊച്ചിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയായി അറിയപ്പെടുന്നു. കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ളവരാണ് തൃപ്പൂണിത്തറയിൽ താമസിക്കുന്നത്. നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരെ നഗരത്തിൻ്റെ ശല്യങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തൃപ്പൂണിത്തറയിൽ താമസിക്കും. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ വലിയ ഒരു മക്ഡൊണാൾഡ് ഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ SN ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനാണ്. ഏറ്റവും അവസാനം തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. മനോഹരമായ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് വരുവാനും കാണുവാനുമുള്ള ഒരു അട്രാക്ഷനായി തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി മെട്രോയിൽ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ ധാരാളമുണ്ട്. ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോഴും ഒരു സ്റ്റേഷൻ ഉണ്ടാക്കണമെന്ന് കൊച്ചി മെട്രോ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ആലുവ കഴിഞ്ഞാൽ പുളിഞ്ചോടും കമ്പനിപ്പടിയും അമ്പാട്ടുകാവും മെട്രോ സ്റ്റേഷനുകളുണ്ട്. അത് കഴിഞ്ഞാൽ മുട്ടത്തും കളമശ്ശേരിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും പത്തടിപ്പാലത്തും മെട്രോ സ്റ്റേഷനുകളുണ്ട്. അതിനുശേഷം എടപ്പള്ളിയും ചങ്ങമ്പുഴ പാർക്കും പാലാരിവട്ടവും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും മെട്രോ സ്റ്റേഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം കലൂരിലും ടൗൺ ഹാളിലും മെട്രോ സ്റ്റേഷനുകളുണ്ട്. ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതുപോലെ MG റോഡിലും മഹാരാജാസ് കോളേജിലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും കടവന്ത്രയിലും മെട്രോ സ്റ്റേഷനുകളുണ്ട്. അതുപോലെ എളംകുളം, വൈറ്റില, തൈക്കൂടം, പേട്ട എന്നീ മെട്രോ സ്റ്റേഷനുകളും കാണാൻ പറ്റും. അവസാനം തൃപ്പൂണിത്തറയിലെത്തുമ്പോൾ വടക്കേക്കോട്ട, SN ജംഗ്ഷൻ, തൃപ്പൂണിത്തറ ടെർമിനൽ തുടങ്ങിയ മെട്രോ സ്റ്റേഷനുകളും ഉണ്ടാക്കിയിട്ടുണ്ട്.